നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വൈശാഖത്തിലെ ആദ്യത്തെ ഏകാദശി ദിവസമാണ് ഇന്ന്. വൈശാഖം 11ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതത്തിലായിരിക്കുന്നു വിചാരിക്കുന്നു. മറ്റ് അശുദ്ധികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ഇനി എന്താ ശുദ്ധി ഉണ്ടെങ്കിലും ഇന്ന് നാരായണനാമം പതിവിലധികം ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പതിവിലധികം നാമങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചത്. 18 ലക്ഷത്തോളം നാമമാണ് ഇന്നലെ ഒറ്റ ദിവസത്തിൽ നമുക്ക് ലഭിച്ച സംഖ്യ കേട്ടോ. സാധാരണ നമ്മൾ 15 ലക്ഷം വരെയല്ലേ പോകാറുള്ളൂ. അപ്പോൾ ഇന്നലെ അധികമായിട്ട് 18 ലക്ഷം വരെ ഉണ്ടായിരുന്നു. റൗണ്ട് ഫിഗർ ആട്ടോ പറയണം. 1,38,00,000 ആയി കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇനിയും ഒരുപാട് നമുക്ക് ജപിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് മുന്നേറാൻ സാധിക്കട്ടെ. അപ്പോൾ എന്താ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നലത്തെ ബാക്കി കഥയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണന് ഇന്നലെ നമ്മൾ പേരിട്ട് ചടങ്ങ് വരെയാണ് കേട്ടത്. ഗർഗാചാര്യർ വന്നിരുന്നു. നമ്മളുടെ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിലേക്ക് ഗർഗാചാര്യർ വന്നിരുന്നു. ഇനി നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ഗോപികയും ഗോപനും ഒക്കെ ആയി മാറാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ, അല്ലേ? നമ്മൾ മനസ്സുകൊണ്ട് അവിടെ എത്തുകയാണ്. ഗോപികമാരുടെ അടുത്തേക്ക് ഗോപാലൻ, അതായത് ഗോപികമാരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ഗോപാലന്മാരിൽ ഒരാളായിട്ട് നമ്മളും അവിടെ വൃന്ദാവനത്തിൽ ഉണ്ട് എന്ന രീതിയിൽ അനുസ്മരിക്കാനാണ് നമ്മളിപ്പോൾ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണന് പേരിടൽ ചടങ്ങൊക്കെ നടത്തി ഗോപികമാരാൽ ലാളിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി 2 പേര് 2 തൊട്ടിലിൽ, രാമകൃഷ്ണന്മാർ 2 പേരും 2 തൊട്ടിലിലായി കിടക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിച്ചു രാമനോട്, അല്ല എപ്പോഴാണ് ഈ മനുഷ്യ കുട്ടികളൊക്കെ നടന്നു തുടങ്ങുന്നത് എന്ന് അറിയൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോഴേ കൃഷ്ണൻ എന്നാണ് നടന്നു തുടങ്ങുന്നത് അന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചായിരിക്കണേന്ന്. ഭഗവാന് ചിരി വന്നു കാരണം ഭഗവാൻ വിചാരിച്ചത്രേ കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹം ലക്ഷ്മണനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ പുറകിൽ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ തണലായി നടന്നിരുന്ന ആളായിരുന്നു ലക്ഷ്മണൻ. അപ്പോൾ ശ്രീരാമൻ എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കുന്ന അനിയനായിട്ടായിരുന്നു ലക്ഷ്മണൻ ഉണ്ടായിരുന്നത്. ഈ ജന്മത്തിൽ അദ്ദേഹം വാശി പിടിച്ച് അദ്ദേഹം മുൻപേ പോന്നു, ഞാൻ രാമനാണ്, ഞാൻ ഏട്ടനാണ് ആവുന്നത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അനിയനായപ്പോൾ പല കാര്യങ്ങൾക്കും എനിക്ക് പറ്റില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. കാരണം ഞാൻ അനിയനാണല്ലോ. സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്ന് ലക്ഷ്മണനോട് പറഞ്ഞപ്പോൾ സാധിക്കില്ല, സാധ്യമല്ല എനിക്കതെന്ന് പറയണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിക്കുന്ന അനിയനായി മാറിയതുകൊണ്ട് തന്നെ എനിക്കതിന് സാധ്യമായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ഏട്ടനായിട്ടേ ജനിക്കുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മുൻപേ പോകുന്നതാണ്. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഇപ്പോൾ കൃഷ്ണൻ എപ്പോഴാണ് നടക്കുക എന്ന് കാത്തിരിക്കുക എന്നാണ് പറയണേ. അപ്പോൾ എന്നാൽ കൃഷ്ണൻ വിചാരിച്ചു നമുക്ക് പതുക്കെ മുട്ടുകുത്തി തുടങ്ങാമെന്ന്. മുട്ടുകുത്തി തുടങ്ങി ആ നന്ദഗൃഹത്തിലെ ആ ഒരു നിലത്ത്, രത്നങ്ങൾ പതിച്ച നിലത്ത് സ്വന്തം ആ ഒരു പ്രതിബിംബം കണ്ട് തൊട്ട് നോക്കുകയും മാന്തി നോക്കുകയും പിച്ചു നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ മുട്ടുകുത്തി നടന്നിരുന്നത് എന്നാണ് പറയണേ. അങ്ങനെ മുട്ടുകുത്തലൊക്കെ കഴിഞ്ഞ് ഈ 2 ഉണ്ണികളും നിലത്ത് വെക്കേണ്ട താമസം മുട്ടുകുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ തുടങ്ങി. രോഹിണി ദേവിക്കും അതുപോലെ തന്നെ യശോദാദേവിക്കും മറ്റൊരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയായി ഉണ്ണികളെ നോക്കി. ഒരിക്കൽ യശോദമ്മ ഉണ്ണിയെ നിലത്ത് കിടത്തിയതും അവൻ കമിഴ്ന്നു. അവൻ മുട്ടിൽ അങ്ങനെ പോകാൻ തുടങ്ങി. മുട്ടിൽ എഴഞ്ഞ് യശോദമ്മയുടെ കണ്ണ് തെറ്റിയ ഒരു നിമിഷം ഉണ്ണിയെ കാണാനില്ല. എവിടെയും നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ആ ചെറിയ പശുക്കിടാവിൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമമാണത്രേ. പശുക്കിടാവിൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ പശുക്കിടാവ് ഉണ്ടോ നിൽക്കുന്നു, അത് എഴുന്നേറ്റ് അത് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ പശുക്കിടാവ് ഉണ്ണികൃഷ്ണനെയും വലിച്ചുകൊണ്ട് ഓടി മുന്നോട്ട് പോയി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഈ കണ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ വാലിന്മേലുള്ള പിടി അങ്ങോട്ട് വിട്ടു. ആ പിടി വിട്ടിട്ട് ഇനിയിപ്പോൾ എനിക്ക് നടക്കാൻ നിൻ്റെ സഹായം വേണ്ടായിരുന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ ഭാവം. ഇത് കണ്ടുകൊണ്ട് യശോദമ്മ ഓടിച്ചെന്ന ഉണ്ണിയെ വാരിയെടുത്തു. പശുവിൻ്റെ ആ ഒരു വാലിലൊക്കെ പിടിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും
എന്താ പറയുക, ഉണ്ണിക്ക് വേണ്ട വിധം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ആ സാധു അമ്മ വല്ലാതെ പരിഭ്രമിച്ചു, വല്ലാതെ പേടിച്ചു. ഉണ്ണിയെ ഓടിപ്പോയി എടുത്ത് കൊണ്ടുവന്നു. അതിനുശേഷം അങ്ങനെ പോവാതിരിക്കാൻ എപ്പോഴും നോക്കാൻ തുടങ്ങി. മറ്റൊരു ദിവസം ഉണ്ണികൃഷ്ണൻ മുട്ടുകുത്തി പോകുന്ന സമയത്ത് ആ പശുക്കിടാവ് തള്ളപ്പശുവിൻ്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുത്രേ. ഇത് കണ്ടതും ഉണ്ണികൃഷ്ണന് തോന്നിത്രേ, എനിക്കും വേണം ആ പാലെന്ന്. ഉണ്ണികൃഷ്ണൻ സംശയിച്ചില്ല. മുട്ടുകുത്തി ആ തള്ളപ്പശുവിൻ്റെ അടുത്ത് പോയി ആ അകിടിൽ നിന്ന് മുത്തി കുടിക്കാൻ തുടങ്ങിയിത്രേ. അപ്പം എന്താ ഉണ്ടായെന്നറിയോ? മുട്ടുകുത്തി പോയി ഉണ്ണികൃഷ്ണൻ ഒരു കൈയെ നിലത്ത് കുത്തി മറു കൈ കൊണ്ട് പശുക്കുട്ടിയെ തള്ളി അകറ്റി നിർത്തിയത്രേ. എന്നിട്ടാണ് ഇങ്ങനെ പാല് കുടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഓടി വന്നിട്ട്, ഉണ്ണി എന്താ കാണിക്കണത്, ഉണ്ണി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വിചാരിച്ചു അത്രേ, ഞാനിപ്പോൾ എങ്ങനെയാണ് വരില്ല എന്ന് പറയാം. കാരണം എൻ്റെ ഒരു കൈയെ താഴെ കുത്തിയിരിക്കുകയാണ്, മറ്റൊരു കൈയെ പശുക്കുട്ടിയെ തള്ളിപ്പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വായോണ്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണത്രേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ആംഗ്യ ഭാഷ ഭഗവാൻ കണ്ടുപിടിച്ചത്. ചുമല് കൊണ്ടാണത്രേ ഭഗവാൻ അതിന് ആൻസർ പറഞ്ഞത്. ഇങ്ങനെ കാണിച്ചു അത്രേ, ഞാൻ വരില്ല എന്ന് തന്നെയാണ് അത്രേ അതിൻ്റെ അർത്ഥം. പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഉണ്ണികൃഷ്ണനെ എങ്ങനെയൊക്കെ പാടിയോ ഓടിപ്പോയി യശോദമ്മ പശുവിൻ്റെ ചുവട്ടിൽ നിന്ന് അകിടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ആ ചളി പുരണ്ട ആ ഭഗവാന്റെ ദേഹത്ത് നിന്ന് ആ ചളിയൊക്കെ തുടച്ച് നീക്കുന്ന സമയത്തുണ്ട് രോഹിണി അമ്മ അപ്പുറത്തുനിന്ന് രാമനെയും ഇതേപോലെ തള്ളപ്പശുവിൻ്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ രണ്ടുണ്ണികളും ഒരേ വികൃതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഉണ്ണികളുടെ വികൃതി കാരണം യശോദമ്മയ്ക്കും അതുപോലെ തന്നെ രോഹിണി അമ്മയ്ക്കും മറ്റ് ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഇവർ രണ്ടുപേരും നന്ദമഹാരാജാവിനോട് പറഞ്ഞു അത്രേ, ഉണ്ണിയെ നോക്കാൻ ഒരാളെ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പ്രാഥമിക കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ തന്നെ നോക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം ഉള്ളത്? ഒരാളെ കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അത്രേ. എന്താ മഹാരാജാവ് ഉടനെ അടുത്ത് നിന്നിരുന്ന ഒരു ഗോപനോട് പറഞ്ഞു അത്രേ, കേട്ടില്ലേ പറയണത്, ഉണ്ണികളുടെ വികൃതി കൂടി വരികയാണ് അത്രേ, സഹായത്തിന് ഒരാളെ കൂടി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഈ ഗോപൻ ചെന്ന് പറയേണ്ട താമസം 64 ഗോപികമാരാണ് അത്രേ അവിടേക്ക് വന്നത്. ഞാൻ ഉണ്ണിയെ നോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട്. നന്ദമഹാരാജാവിന് സംശയമൊന്നും ഉണ്ടായില്ല. 64 പേരിൽ കുറച്ച് പേരെ പിരിച്ചു വിട്ട് ആകെ 1 or 2 പേരെ വെക്കാമെന്നൊന്നും അദ്ദേഹം വിചാരിച്ചില്ല അത്രേ. അദ്ദേഹം പറഞ്ഞു അത്രേ, 64 പേരോടും കൂടി അവിടെ നിന്നോളൂ എന്ന്. അങ്ങനെ 32 പേരുമായിട്ട് 2 ഉണ്ണികളെയും നോക്കാനായിട്ട് യശോദാഗൃഹത്തിൽ നിൽക്കാൻ തുടങ്ങി. ഇവരുടെ വികൃതിക്ക് 32 അല്ല 320 പേര് വന്നാലും കാര്യമില്ല എന്നുള്ളതാണ് അത്രേ അവസ്ഥ. എന്താ പറയാൻ, അതിലൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ ഗുരുനാഥൻ. എന്താണ് ഉദാഹരണം എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് യശോദമ്മ ഈ ഉണ്ണികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. മഹാദേവൻ്റെ നിരവധി കഥകൾ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ആ ഒരു മഹാദേവൻ്റെ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഗംഗാജലം, അതായത് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന ആ കഥ പറയുകയുണ്ടായി. ഗംഗാദേവി ഭൂമിയിലേക്ക് വരാൻ കൂട്ടാക്കാതിരിക്കുകയും ഭൂമിക്ക് എന്നെ താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല എന്ന് ഗംഗ പറഞ്ഞതിൻ്റെ പേരിൽ മഹാദേവൻ തിരുജട കാണിച്ചു കൊടുത്തിട്ട് എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വരാം എന്ന് പറയും. ആ തിരുജടയിലേക്ക് ഗംഗാദേവി പ്രവഹിച്ചപ്പോൾ തിരുജട നനയ്ക്കാനുള്ള ജലം പോലും ഗംഗയ്ക്ക് ഇല്ലാതായി പോവുകയും അതോടെ ഗംഗാദേവിയുടെ അഹങ്കാരം കുറയുകയും ആകാശഗംഗ ഭൂമിയിലേക്ക് പതിക്കട്ടെ എന്ന് മഹാദേവൻ വിചാരിച്ച് ആ തിരുജട കേട്ടൊന്ന് അഴിച്ചിടുകയും അതിലൂടെ ഗംഗാദേവി പുറത്തേക്ക് പ്രവേശിക്കുകയും ഭൂമിയിലേക്ക് എത്തുകയും ചെയ്ത ആ മനോഹരമായ കഥ ഉണ്ണികൃഷ്ണന് യശോദമ്മ പറഞ്ഞു കൊടുത്തു. ആ കഥയൊക്കെ കേട്ടിട്ട് ഉണ്ണി എന്ത് ചെയ്തു എന്നറിയോ? പിറ്റേ ദിവസം നന്നായിട്ട് മഴ പെയ്യായിരുന്നു കേട്ടോ. ആ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ ചതുശാല എന്നുകൂടി അറിയപ്പെടുന്ന ആ നാലുകെട്ടിൻ്റെ ആ ഒരു എന്താ അകത്ത് തന്നെ വെള്ളം വീഴുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നടുമുറ്റം.
ഈ നടുമുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് വെള്ളം വീഴുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കൊരു കൗതുകം. വലിയൊരു വടിയെടുത്തു. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു 4 കോർണറിലൂടെ നല്ലോണം പ്രവഹിച്ചു വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ചോട്ടിലങ്ങോട്ട് പോയി നിന്നു. ഈ വടി ശൂലമായിട്ട് ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു അത്രേ, എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വരാം എന്ന്. എന്താണ് അവനെ പറയുന്നത്? ഞാനാണ് മഹാദേവൻ, എൻ്റെ തലയിലേക്ക് ആ ഗംഗാജലമാണ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഉണ്ണികൃഷ്ണൻ കളിക്കുന്നത്. ഇത് കണ്ടു അത്രേ നോക്കാൻ വന്ന ഗോപികമാർ. അവരത് കണ്ടതും ഓടി വന്നിട്ട്, ഉണ്ണി കൃഷ്ണ അങ്ങോട്ട് എന്താണ് കാണിക്കുന്നത്, ഇങ്ങോട്ട് കയറി വരൂ, പനി പിടിക്കില്ലേ ഉണ്ണിക്ക്, ഈ ഒരു പുതുമഴയൊക്കെ കൊള്ളുക എന്ന് വെച്ചാൽ പനി വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ, യശോദമ്മ കണ്ടാൽ ഞങ്ങൾക്ക് വഴക്ക് കേൾക്കില്ലേ, എന്തിനാണ് ഉണ്ണി ഇങ്ങനെ ചെയ്യുന്നത്, ഉണ്ണി കൃഷ്ണൻ ഇങ്ങോട്ട് കയറി വരൂ എന്ന് ആ ഗോപികമാരിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഇത്ര സംശയമില്ലേ, ഞാൻ വരില്ലേ, ഞാൻ മഹാദേവനാണെന്ന്. ഉണ്ണി മഹാദേവനായിക്കോളൂ, പക്ഷെ ഉണ്ണി ഇങ്ങോട്ട് കയറി നിന്ന് മഹാദേവനായിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ യശോദമ്മ അകലേ നിന്ന് വരുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടു അത്രേ. ഇത് കണ്ടതും, ശരി എന്നാൽ ഈ വടി ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വടി പിടിച്ചാൽ ഇങ്ങോട്ട് കയറുമോ? വടി പിടിച്ചാൽ ഞാൻ കയറാം, സംശയമില്ല കയറാൻ തോന്നി. എന്നാൽ ശരി ഞാൻ വടി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപിക ആ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വടി ഇങ്ങോട്ട് വാങ്ങിയതും, അമ്മേ ഓടി വരണേ, എന്നെ ഇതാ തല്ലിക്കൊല്ലുന്നു എന്നാണ് അത്രേ ഉണ്ണികൃഷ്ണൻ അലറിക്കൊണ്ട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഗോപിക. യശോദമ്മയാണെങ്കിൽ അടുത്തേക്ക് വരികയും ചെയ്തു. യശോദമ്മയോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, എന്നെ ഇങ്ങനെ തല്ലാൻ വരുന്നത്, പേടിച്ചിട്ട് ഉണ്ണി മഴയത്തേക്ക് ഇറങ്ങിയതാണേ എന്നത്രേ യശോദമ്മയോട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഗോപിക 2 കൈയും മലർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല കേട്ടോ, ഞാനല്ല, ഞാൻ അടിച്ചിട്ടില്ല ഉണ്ണിയെ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ഉണ്ണിയെ ആരും വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയെ എടുത്തുകൊണ്ട് ആ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട്, യശോദാദേവിയുടെ നല്ല 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 പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് തലയൊക്കെ തുവർത്തിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണനെ എടുത്തു കൊണ്ടുപോയി പാലൊക്കെ കൊടുത്ത് നേരെയാക്കി ഇത്രയും യശോദമ്മ. ഇത്രയും കൂടി ആയപ്പോഴേ ആ ഗോപികമാർ വിചാരിച്ചു, ഞങ്ങളൊന്നും വിചാരിച്ചാൽ ഉണ്ണികൃഷ്ണനെയോ രാമനെയോ ശരിയാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നോക്കാൻ ശരിയായ രീതിയിൽ നോക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, വാതിലുകളൊക്കെ അടച്ചിടാമെന്ന് വിചാരിച്ചു അത്രേ. എന്നിട്ട് ജനലും വാതിലുകളൊക്കെ രാവിലെ ആയ കുട്ടിയെ അടച്ചു കൊണ്ടിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ രാമകൃഷ്ണന്മാരെ ഇറങ്ങി ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ണെത്തുന്നില്ല കേട്ടോ, അത്ര വികൃതിയായിരിക്കുന്നു. അപ്പോൾ ഇത് ഭഗവാൻ അത്ര ഇഷ്ടമായില്ല അത്രേ. ഭഗവാൻ വിചാരിച്ചു അത്രേ, അങ്ങനെ ഇപ്പോൾ ഈ ഒരു 32 64 പേർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ബാലലീലകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും കാണണം, എല്ലാവരിലേക്കും എത്തണം. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനിപ്പോൾ എന്താ ചെയ്യുക? വേറൊന്നുമല്ല ചെയ്യേണ്ടത്, ഇറങ്ങി ഓട് തന്നെ. അങ്ങനെ ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ച്, നോക്കാൻ വന്ന ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ച് ഭഗവാൻ ഓരോ ഗോപീഗൃഹത്തിലേക്കും ഓടിച്ചെല്ലാൻ തുടങ്ങിയത്രേ. അങ്ങനെ ഭഗവാൻ ആദ്യത്തെ ഈ ശ്രീകൃഷ്ണ കരുണാമൃതത്തിൽ ഒരു ശ്ലോകം ഉണ്ട് കേട്ടോ. ഭഗവാൻ ഒരു ഗൃഹത്തിൽ കയറിയിട്ട് അവിടെ വെണ്ണക്കുടത്തിൽ വെച്ചിരിക്കുന്ന വെണ്ണ കട്ടെടുക്കാനായിട്ട് കൈയിട്ട്, ആ വെണ്ണക്കുടത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഗൃഹത്തിലെ ഗോപിക വന്നത്. നീ ആരാണ് എന്ന് ചോദിച്ചു ഭഗവാനോട്. ആരാണെന്ന് അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാമെന്നറിയാൻ വേണ്ടിയിട്ട്. നീ ആരാണെന്ന് ചോദിച്ചു. നീ ആരാണ് ചോദിക്കേണ്ട താമസം ഭഗവാൻ പറഞ്ഞു അത്രേ, ഞാനേ ബലവാനായ രാമൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്നോട് കളിക്കേണ്ട, എൻ്റെ ഏട്ടന് നല്ല ബലമുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അർത്ഥം. ഞാൻ ബലവാനായ രാമൻ്റെ അനിയനാണ് എന്നാണ് അത്ര പറഞ്ഞത്. ഉടനെ തന്നെ ഗോപിക പറഞ്ഞു, ശരി നീ എന്തിനാണ് എൻ്റെ ഗൃഹത്തിൽ വന്നത് എന്ന് ചോദിച്ചു. ഭഗവാൻ ഇങ്ങനെ ഒരു പരിഭ്രമം നടിച്ച് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു അത്ര, ഇത് നിൻ്റെ ഗൃഹമായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഗൃഹമാണെന്ന്. എന്താ ചെയ്യുക, എല്ലാ ഗൃഹങ്ങളും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, അപ്പോൾ എനിക്ക് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അത് ശരി, പക്ഷെ നീ എന്തിനാണ് ഈ വെണ്ണക്കുടത്തിൽ കൈയിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒന്ന് പരിഭ്രമിച്ചു ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ കാണാതായ പശുക്കുട്ടി ഈ വെണ്ണക്കുടത്തിലുണ്ടോയെന്ന് ഞാൻ തപ്പി നോക്കിയതാണെന്ന് പറഞ്ഞു. പശുക്കുട്ടി കുടത്തിലോ എന്ന് ചോദിച്ചു. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ അമ്മ അങ്ങനെയാണ് പറയാറ്, കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുടത്തിൻ്റെ ഉള്ളിൽ എങ്ങാനും ഒളിച്ചിരിക്കണ്ടോയെന്ന്, അത് നോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി ഇത്രേ ഉണ്ണികൃഷ്ണൻ.
ഇത്തരം വികൃതികളാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചെയ്തതെല്ലാം. ഒരു ഗൃഹത്തിൽ പോയിട്ട് ആ ഒരു ഗൃഹത്തിൽ അമ്മയ്ക്ക് നല്ല നിശ്ചയുണ്ട്, ഉണ്ണികൃഷ്ണൻ പല പല വികൃതികളും ചെയ്യുന്ന അങ്ങനെ കുറേ ഗോപികമാർ ഒരു ദിവസം ഉണ്ട് അത്ര ആ യശോദമ്മയോട് വന്ന് പരാതി പറയാണ്. അപ്പോൾ യശോദമ്മയുടെ അടുത്ത് യശോദമ്മ ഇങ്ങനെ ഉണ്ണികൃഷ്ണനെ രാവിലെ എഴുന്നേറ്റ് ഇരുത്ത് പാല് കൊടുത്ത് ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഗോപികമാർ ഒന്നിച്ച് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഈ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ പടു വികൃതിയാണ് ഇവൻ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എന്താ ഇന്ന് എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് ഇവൻ ചെയ്തതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഭഗവാൻ പതുക്കെ ആ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് യശോദമ്മയുടെ പുറകിലായിട്ട് ഇങ്ങനെ ചാരി നിന്നുത്രേ. എന്നിട്ട് ആ ഗോപികേനെ യശോദമ്മയുടെ ആ ഒരു മുടിക്കെട്ടിൽ ചൂടിയിരുന്ന ഒരു പൂവ് ഇങ്ങോട്ട് എടുത്തിട്ട് രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ആ പൂവ് ഇങ്ങനെ ഞെരിച്ചുത്രേ. കാരണം എന്നെക്കുറിച്ച് പരാതി പറയാൻ പോവാണോ എന്നുള്ള ഭാവത്തിൽ ആ ഗോപികേനെ നോക്കിയപ്പോൾ ആ ഗോപിക പറഞ്ഞുത്രേ, ഇവൻ ഇന്ന് എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് ഇവന് ഞാൻ പാലും തൈരും വേണയോ എന്താ വേണ്ടേച്ചോ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഉണ്ണിക്ക് വിശക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. ഉണ്ണിക്ക് കുറച്ച് പാല് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. എന്നാൽ ഉണ്ണിക്ക് കുറച്ച് തൈര് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട. എന്നാൽ ഇപ്പോൾ തയ്യാറാക്കിയ വെണ്ണയുണ്ട് അത് തന്നാലോ എന്ന് ചോദിച്ചതും ഇവൻ പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് വേറെ ഗൃഹത്തിലൊന്നും പോയി ഒന്നും കഴിക്കരുതെന്ന്. കാരണം അവർ ചിലപ്പോൾ വൃത്തിയായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയതായിരിക്കാം. എനിക്കിതൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഇവനിതൊന്നും വേണ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി, അതല്ല എനിക്കൊരു ഒട്ടും വൃത്തിയില്ല എന്നാണ് ഇവൻ പറഞ്ഞത്. ശരി എന്നാൽ വേണ്ടെങ്കിൽ വേണ്ടാന്ന് കരുതി ഞാൻ അകത്തേക്ക് പോയതും ഇവൻ എന്ത് ചെയ്തു എന്നറിയോ, ഓടി വന്നിട്ട് ഞാൻ അപ്പോൾ കടഞ്ഞെടുത്ത വെണ്ണ ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് ഒരു ഓട്ട. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അടുത്ത ഗോപി പറഞ്ഞു, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ, എന്നാൽ എൻ്റെ ഗൃഹത്തിലെ ഇവൻ എല്ലാ ദിവസവും വന്ന് ഒരു കുറുമ്പ് കാണിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പാലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഉണ്ണികൃഷ്ണൻ വരാൻ സാധ്യത ഉണ്ടല്ലോ, ഈ പാലൊക്കെ കട്ട് കുടിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന്. ഞാൻ സംശയിച്ചില്ല. അത് അവന് എത്താത്ത പാകത്തിൽ ഉറിയിൽ കെട്ടിയിട്ട് മുകളിൽ കെട്ടി തൂക്കിയിട്ടു. ഇവൻ കുറച്ച് കൂട്ടുകാരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ആ കൂട്ടുകാർ പറഞ്ഞു, ഉണ്ണികൃഷ്ണ അതാ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു പാല്, അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നണില്ല, നമുക്ക് വേറെ ഗൃഹത്തിൽ കയറാമെന്ന്. ഇവൻ സമ്മതിച്ചില്ല. ഇവൻ പറഞ്ഞു, അങ്ങനെ ഇവിടെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ കയറിയത് പാല് കുടിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് പാല് കുടിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് എനിക്കും തോന്നി. ഞാൻ മറഞ്ഞിരുന്നു അവനിനി എന്താ ചെയ്യാന്നറിയാൻ. ഉടനെ അവിടെ കിടന്നിരുന്നു ഒരു കുഞ്ഞു സ്റ്റൂള് തരാക്കിയിട്ട്, ഒരു പീഠം തരാക്കിക്കൊണ്ട് ആ ഒരു ഉറിയുടെ താഴത്തായിട്ട് അവൻ കൊണ്ടുവച്ചിട്ട് കയറി നിന്നപ്പോൾ എത്തില്ല. എനിക്ക് ചിരി വന്നു. എത്തില്ല എന്ന് എനിക്കും അറിയായിരുന്നു. ഉടനെ അവനെ സംശയിക്കാതെ രാമനെ വിളിച്ചു, രാമേട്ട ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒന്ന് കുനിഞ്ഞിരിക്കൂ ഈ പീഠത്തിൻ്റെ മുകളിൽ എന്നാണ് പറഞ്ഞത്. ബലരാമന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ പറഞ്ഞാൽ അതിലപ്പുറമില്ല. അവിടെ കയറി കുനിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ ബലരാമൻ്റെ പുറത്ത് കയറി. അപ്പോഴും എനിക്കറിയായിരുന്നു ഉണ്ണികൃഷ്ണൻ അത്ര പൊക്കം വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എത്തില്ല എന്ന്. എന്നാലേ അവനെ ഞാൻ 3 കുടങ്ങളിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത്. ആദ്യത്തെ കുടം തൊടാനെത്തി. അപ്പോൾ അവൻ പറയുക, ഈ കുടത്തിലല്ല പാലെന്ന്. എനിക്ക് അത്ഭുതമായി, യശോദേ എങ്ങനെയാണ് ഇവനിത് മനസ്സിലായെന്ന്. അപ്പോൾ താഴെ നിൽക്കണ ഗോപാലന്മാർ ചോദിച്ചു, ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന്. 2ാമത്തെ ആ ഒരു പാത്രം കണ്ടില്ലേ, അതിനടിയിൽ കരി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതിലാണ് ചൂടുള്ള പാല്, അതാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ അപ്പം എങ്ങനെയാണ് കുടിക്കുക ഉണ്ണി, എങ്ങടെ ഇറങ്ങിക്കോളൂ എന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ പറഞ്ഞു, പോയി ഒരു വടി എടുത്തുകൊണ്ട് വരാൻ. അതിലൊരു ഗോപാലൻ ഓടിപ്പോയൊരു വടി തരാക്കി. ആ വടി കൊണ്ടുവന്നതും കറക്റ്റായിട്ട് ആ നടുവിലെ ആ പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുളയിട്ടു അത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. പിന്നെ ഇപ്പം എന്താ, താഴെ നിൽക്കുന്ന എല്ലാവർക്കും അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പാല് കുടിക്കാറായല്ലോ. എനിക്കങ്ങോട്ട് വന്നില്ലേ ഒരു ദേഷ്യം. ഞാൻ അവിടെ നിന്ന് ഒരു വടി എടുത്തിട്ട് ഇന്ന് അവനെ ശരിയാക്കും എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ചെന്നതാ. എല്ലാ ഗോപാലക്കുട്ടികളും ചെതറി ഓടിപ്പോവുക തന്നെ ചെയ്തു. രാമൻ പറഞ്ഞു, ഉണ്ണി കൃഷ്ണ ഇറങ്ങൂ, നമുക്ക് അടുത്ത ഗൃഹത്തിൽ പോയി കുടിക്കാം, ഇവിടെ ദാ ഗോപിക വരുന്നു എന്ന് പറഞ്ഞതൊന്നും കേൾക്കാതെ അതൊന്നും കൂട്ടാക്കാതെ ആ ഒഴുകി വരുന്ന പാല് കവിള് നിറയെ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് എത്തിയെന്നറിഞ്ഞതും
ഈ ഒരു വിരലുണ്ടല്ലോ, ആ വിരലെടുത്തിട്ട് ആ ചുണ്ടോട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് ഒരു ഊതല ഊതി. ആ ഊതലോട് കൂടിയിട്ട് 2 കൊമ്പ് പോലെ പാല് മുഴുവൻ എൻ്റെ കണ്ണിലാണ് വന്ന് വീണത്. അതിനുശേഷം അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് 2 പേരും കൂടി പോകുമ്പോൾ പറയാം, ഞങ്ങൾ പോയി വരാട്ടോ എന്ന് ഒരു പറച്ചിലും. ഇതും പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്കതിലൊന്നുമല്ല വിഷമം. എൻ്റെ ആ ഒരു പാത്രം ഉണ്ടായിരുന്നുല്ലോ, അത് എനിക്ക് നല്ല രാശിയുള്ള പാത്രം എന്നൊക്കെ പറയില്ലേ യശോദേ, അതിൽ പാലാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പാല് മുഴുവൻ വിറ്റ് പോവും. അപ്പോൾ എനിക്ക് നല്ല വരുമാനം കിട്ടിയിരുന്നു. ആ പാത്രമാണ് ഇപ്പം നിൻ്റെ ഉണ്ണി തല്ലി പൊട്ടിച്ചത് എന്നാണ് എനിക്ക് പരാതിയായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു. യശോദമ്മ പക്ഷേ ഉണ്ണിയെ ഒട്ടും വിട്ടുകൊടുക്കില്ല കേട്ടോ. യശോദമ്മ പറഞ്ഞു, നിനക്കിപ്പോൾ എന്താ ഒരു മൺപാത്രം പൊട്ടിയതിനാണോ ഇത്ര വലിയ പറയാനുള്ളത്? ഇവന് നീ നേരാവണ്ണം പാല് കൊടുത്തിരുന്നു വെച്ചാൽ ഇവനിപ്പോൾ ഇത്രയൊന്നും കുറുമ്പ് കാണിക്കില്ലായിരുന്നു. ഇപ്പം എന്താ വേണ്ടത്? ഒരു പാത്രം, അത്രയല്ലേ ഉള്ളൂ. നിൻ്റെ മൺപാത്രത്തിന് പകരം ഞാനിതാ പൊൻപാത്രം തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനെ കൊണ്ട് പൊന്നിൻ്റെ ഒരു കലമാണത്രേ ആ ഗോപികയ്ക്ക് കൊടുപ്പിച്ചത്. ആ ഗോപികയ്ക്ക് ആ പാത്രം വാങ്ങുന്ന സമയത്ത് തെല്ലൊന്ന് വിഷമം ഉണ്ടായിത്രേ. കാരണം എന്താ വെച്ചാൽ, ഈ പാത്രം ഞാൻ ഇന്ന് വാങ്ങിയാൽ നാളെ ഉണ്ണികൃഷ്ണൻ എന്നെ കാണാൻ എൻ്റെ ഗൃഹത്തിൽ വരാതിരിക്കുമോ എന്നാണത്രേ ആ ഗോപി ചിന്തിച്ചത്. ആ ഗോപികയ്ക്ക് അത്രയ്ക്കും വിഷമമുണ്ട് ഉണ്ണികൃഷ്ണൻ വരില്ല എന്നറിഞ്ഞാൽ. പക്ഷെ ഉണ്ണിക്കുണ്ടോ ഇതെല്ലാം എന്തെങ്കിലും ഏൽക്കണു? ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അത്രേ, പൊൻപാത്രത്തിലെ പാല് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ ആ കലം അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ ഗോപികയ്ക്ക് ഉറപ്പായി നാളെയും വരുമെന്ന്. അപ്പോൾ ആ ഗോപിക ചിരിച്ചുകൊണ്ടാണ് ആ പാത്രം വാങ്ങിയത്. അടുത്ത ഗോപിക പറഞ്ഞു, ഈ ഒരു പാത്രമല്ലേ നിൻ്റെ നഷ്ടപ്പെട്ടുള്ളൂ, ഇവൻ എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തത്? അപ്പോൾ യശോദമ്മയ്ക്ക് സംശയം, ഇനി അതിലും വലുതെന്താണ് അവിടെ ചെയ്തതെന്ന്. ഇവൻ അദ്ദേഹത്തിന് രാവിലെ തന്നെ നേരത്തെ പോകണം എന്നുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് പോകാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നൊക്കെ ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പക്ഷെ അതിനെ കണക്കാക്കിക്കൊണ്ട് എല്ലാ പാലും തൈരും വെണ്ണയും ഒക്കെ എടുത്ത് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മച്ചിനകത്ത് വെച്ചിട്ട് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനതൊന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ട് ആ തൊഴുത്തിൻ്റെ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് അതാ പാല് കുടിക്കുന്നു. അപ്പോൾ യശോദമ്മ പറഞ്ഞു, ഒരു പശുവിൻ്റെ പാലല്ലേ അത് ഇവൻ കുടിച്ചു വെച്ചിട്ട് എന്താ? നിനക്ക് അനേകം പശുക്കളില്ലേ, അതിലൊരു പശുവിൻ്റെ പാല് എൻ്റെ ഉണ്ണി ഇത്തിരി കുടിച്ചു, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, യശോദേ അവൻ കുടിച്ചതല്ല ഞാൻ പറയുന്നത്, എല്ലാ പശുക്കിടാങ്ങളെയും അവൻ അഴിച്ചു വിട്ടു. പശുക്കിടാങ്ങളെല്ലാം കൂടി പശുക്കളുടെ എല്ലാ പാലും ഒന്ന് കുടിച്ചു തീർത്തു. ഒരു തുള്ളി പാല് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പോലും പാലില്ലാത്ത അവസ്ഥയായി. ഇതാണ് നിൻ്റെ ഉണ്ണിയുടെ വികൃതി എന്ന്. അപ്പോൾ യശോദമ്മ പറഞ്ഞു, അതിപ്പോൾ ഉണ്ണിക്ക് ആ സമയത്തൊന്ന് വിശന്നേരിക്കും. അങ്ങനെ വിശന്നു വെച്ചാൽ നിങ്ങൾ വരുന്ന സമയത്ത് എന്താച്ചാൽ കൊടുത്തോളൂ. എന്നിട്ട് എന്താണ് അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ പോരെ, ഞാനത് കൊടുക്കില്ലേ, ഞാൻ നിങ്ങൾക്ക് ആ പണം തരില്ലേ. നിങ്ങളിതിങ്ങനെ പൂട്ടി വെക്കണോണ്ട് തന്നെയാണ് എൻ്റെ ഉണ്ണിക്ക് വികൃതി കൂടുന്നത്. അപ്പം എല്ലാവരും കൂടി ചോദിച്ചു, അല്ലാതെ ഉണ്ണിക്ക് ശരിക്കും വികൃതി ഉണ്ടായിട്ടല്ല അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളിതൊക്കെ പറയാന്നുള്ളതല്ലാതെ ഞാനിതൊന്നും വിശ്വസിക്കില്ല. കാരണം എൻ്റെ ഉണ്ണി എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല. പിന്നെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണൻ അത് ചെയ്തു, കൃഷ്ണൻ ഇത് ചെയ്തു എന്ന്. നിങ്ങളുടെയൊക്കെ സമാധാനത്തിന് ഞാനത് ഇവിടെ ഇരുന്ന് കേൾക്കണമുണ്ട്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാമെന്നു. എന്താണ് അവസരം എന്ന് ചോദിച്ചു. നാളെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഇവൻ വരികയാണെങ്കിൽ നിങ്ങൾ കൈയോടെ പിടിച്ചോളൂ, പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അപ്പം ഞാൻ ഇവനെ വേണ്ട വിധം ശിക്ഷിക്കാം. അല്ലാതെ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ടൊന്നും എനിക്ക് ഇവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല മാത്രമേ യശോദമ്മ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ആ യശോദമ്മയുടെ കഴുത്തിലൂടെ കൈയിട്ടിട്ട് പറഞ്ഞു അത്ര, എൻ്റെ അമ്മ ഏറ്റവും നല്ല അമ്മയാണ് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തു എന്നാണ് പറയണ. അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും വിശ്വസിക്കണില്ലല്ലോ അമ്മ. ഉടനെ ഗോപികമാർ പറഞ്ഞു അത്രേ, എന്നാൽ ശരി ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അടുത്ത ഗോപി പറഞ്ഞു അത്രേ, ഇവൻ എൻ്റെ ഗൃഹത്തിൽ വന്ന് കാണിച്ചത് എന്താണെന്നറിയോ? അനേകം ദിവസങ്ങളായി ഞാൻ എൻ്റെ സ്വഗൃഹത്തിലേക്ക് പോയിട്ട്, ഭർതൃഗൃഹത്തിൽ നിന്ന് എൻ്റെ സ്വഗൃഹത്തിലേക്ക് പോയിട്ട് അനേകം ദിവസങ്ങളോളമായി. അപ്പം എനിക്ക് അന്നൊരവസരം കിട്ടിയതായിരുന്നു അച്ഛനെ കാണാൻ പോവാൻ. എന്നാൽ ശരി അച്ഛനെ കാണാൻ പോവാലോ എന്ന് കരുതി ഞാൻ വെറും കൈയോടെ എങ്ങനെയാണ് പോവുക? ഞാൻ തലേ ദിവസം രാത്രി തന്നെ കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് കുറേ അപ്പം ഉണ്ടാക്കി വെച്ചു. എല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചപ്പോൾ
വെച്ചിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് അച്ഛന് പാല് തിളപ്പിച്ച് നല്ലവണ്ണം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ ഇഷ്ടമാണ്. ഞാൻ അതിന് തയ്യാറാക്കി ഒരു പാത്രം പാലും ഒരു പാത്രം അപ്പവും ഒക്കെ ആക്കി തയ്യാറാക്കി വെച്ച് ആ ഒരു വേഷങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി അകത്തേക്ക് പോയി. അതിനിടയ്ക്ക് എന്തോ ഒരു ശബ്ദം ഞാൻ ആ അടുക്കളയിൽ നിന്ന് കേട്ടു. പക്ഷെ അതെന്താണെന്ന് എനിക്കത്ര മനസ്സിലായില്ല. ഞാൻ ആ പാത്രങ്ങളൊക്കെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയി കുറേ വിശേഷങ്ങൾ പറയാം, അച്ഛനോട് സന്തോഷം പ്രകടിപ്പിക്കാം എന്ന് കരുതി പോയിട്ട് അച്ഛനോട് പറഞ്ഞു, ഇതാ അച്ഛന് ഞാൻ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട പലഹാരമാണത് എന്ന് കരുതി അച്ഛൻ്റെ കയ്യിൽ അത് കൊടുത്തതും ഒരു കടി അദ്ദേഹം കടിച്ചുള്ളൂ. എൻ്റെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞത്. ഈ ചാണകം ഉണക്കിയതിനെയാണോ അപ്പം എന്ന് വിളിക്കുക എന്നാണ് ചോദിക്കണേ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്. പിന്നെ ഞാൻ ആ ഒരു പാലിൻ്റെ പാത്രം കൊടുക്കുന്നേ ഉണ്ടായില്ല. അതിലെന്താ ഉണ്ടാവുകയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല യശോദേ. അതുകൊണ്ട് അച്ഛൻ എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ. അത്രയ്ക്ക് വികൃതിയാണ് ഉണ്ണി എന്നാണ് പറഞ്ഞത്. യശോദമ്മ വിശ്വസിച്ചില്ല. യശോദമ്മ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് തെളിവുമായിട്ട് വരൂ, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ആ കണ്ണിൽ പാല് വീണ ഗോപികയുടെ കണ്ണ് കാണായ്മ വന്നു തുടങ്ങിയിരുന്നു അത്രേ. കുറേശ്ശെ ആ ഗോപികയ്ക്ക് കണ്ണ് കാണാത്ത അസുഖം വന്നു തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയിത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ആ ഒരു പാല് കൊമ്പ് പോലെ ഊതി കണ്ണിലേക്ക് തെറിപ്പിച്ചത്. അതിനുശേഷം ആ ഗോപികയ്ക്ക് നല്ലോണം കാഴ്ചശക്തി തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. ഭഗവാൻ ആലോചിച്ചു അത്രേ, ഞാൻ ഇത്ര നല്ല വികൃതി കാണിക്കുമ്പോൾ ഇത് കാണാത്ത ഒരാൾ ഈ വൃന്ദാവനത്തിൽ ഉണ്ടാവുന്നത് എനിക്കിഷ്ടമില്ല, എല്ലാവരും കാണണം, കണ്ണ് നിറയെ കാണണം എന്നത്രേ ഭഗവാൻ വിചാരിച്ചത്. എന്തായാലും അങ്ങനെ വിചാരിച്ചുകൊണ്ട് മറ്റൊരു ഗോപി സ്വഗൃഹത്തിൽ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ ആ ഗോപി ഇങ്ങനെ രംഗോലി എന്നൊക്കെ പറയുന്ന തരത്തിൽ പലതരം വർണ്ണങ്ങളോട് കൂടിയ കോലം ഇങ്ങനെ വരച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ അത് നോക്കി കൗതുകപൂർവ്വം നിന്നുത്രേ. ഈ കൗതുകം കണ്ട് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു അത്രേ, എന്നെയും ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ഈ കോലം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഗോപിക പറഞ്ഞു അത്രേ, ഇതൊക്കെ സ്ത്രീകളാണ് ചെയ്യാറ് കോലം വരയ്ക്കൽ, പുരുഷന്മാരൊന്നും അല്ല ചെയ്യാറ്. നീ ഒരു ആൺകുട്ടിയല്ലേ ഉണ്ണി, നിനക്കിപ്പോൾ എന്തിനാ കോലം വരയ്ക്കുന്നത് പഠിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അത്രേ, അല്ല എനിക്കൊന്ന് പഠിക്കാൻ മോഹമായിട്ടാണ്, നീ എന്നെ ഇത് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ഗോപിക പറഞ്ഞു, എന്നാൽ പോയിട്ട് നാളെ എങ്ങാനും വരൂ, ഇന്നിപ്പോൾ എന്തായാലും പറ്റില്ല, ഇന്ന് ഞാനിനി ഈ കോലം ഇടില്ല എന്ന്. ഉറപ്പാണോ ചോദിച്ചു. ഉറപ്പാണ്, എൻ്റെ കോലയിടലൊക്കെ കഴിഞ്ഞില്ലേ, ഇന്നിനി ഞാൻ മാറ്റി വേറെ കോലയിടില്ല പറഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നു. ഈ ഗോപിക കോലപ്പൊടിയൊക്കെ അകത്തേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയ സമയം ആ കുഞ്ഞു പട്ടുകോണകം മൂടിയിട്ട് ആ കോലത്തിൽ മൂത്രമൊഴിച്ച് വെച്ചു അത്രേ ഉണ്ണികൃഷ്ണൻ. ഇത് കണ്ടുകൊണ്ടാണ് അകത്തു നിന്ന് ഗോപിക വരുന്നത്. നീ എന്ത് പണിയാണ് കാണിച്ചത്, എൻ്റെ കോലത്തിലാണോ നീ മൂത്രം ഒഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അത്ര, നിൻ്റെ ഈ കോലത്തിലല്ലല്ലോ, നിലത്തെ കോലത്തിലല്ലേ മൂത്രം ഒഴിച്ചത്, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇനിയിപ്പം ഞാനിതൊക്കെ രണ്ടാമത് ചെയ്യേണ്ടേ ഉണ്ണി ചോദിച്ചു. നീയല്ലേ പറഞ്ഞ് ഇനി രണ്ടാമത് ചെയ്യില്ല എന്ന്. ഞാനതൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇനി ഇന്ന് കോലയിടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത്ര. അങ്ങനെ ആ ഗോപി രണ്ടാമതും കോലം വരയ്ക്കുകയും ഭഗവാനെ നിവർത്തിയില്ലാതെ പഠിപ്പിച്ചു കൊടുക്കുകയും വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ഗോപിക ഒരു ദിവസം അവിടെ പാലും തൈരും വെണ്ണയും എല്ലാം ഇങ്ങനെ അളന്ന് ഒരു പാത്രത്തിലാക്കി ഓരോന്നിനും അളവ് പാത്രങ്ങൾ വെച്ച് ഇരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ, പാല് വാങ്ങാൻ ആൾക്കാർ വരും, പാലുണ്ട്, തൈരുണ്ട്, വെണ്ണയുണ്ട്, മോരുണ്ട്, എല്ലാം വാങ്ങാൻ ആൾക്കാർ വരും, ഞാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞു. അതെയോ, ഇതൊക്കെ എന്തിനാ കുറേ ചെറിയ പാത്രങ്ങൾ വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അതിന് മുകളിലായിട്ട് അതൊക്കെ അളവ് പാത്രങ്ങളാണ് ഉണ്ണികൃഷ്ണ, നാഴിപ്പാലിന് ഈ അളവ്, ഇരുനാഴിക്ക് ഈ അളവ്, അങ്ങനെ ഓരോന്നിനും അളവിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ ഒരാൾ വന്ന് നാഴിപ്പാല് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ നിറച്ച് കൊടുക്കുക, അതിന് തൈര് വേണമെന്ന് പറഞ്ഞാൽ ഇതിന് നിറച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഉണ്ണിയോട് പറഞ്ഞു, നീ ഒന്ന് ഇവിടെ ഇരിക്കുക എൻ്റെ ഉണ്ണികൃഷ്ണ, ഞാൻ അകത്ത് പോയി ഒത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആ ഗോപിക. അങ്ങനെ ആ ഗോപിക വെള്ളം കുടിക്കാനായിട്ട് അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച, കുറച്ച് പാലെടുത്ത് തൈരിൽ ഒഴിച്ചു, കുറച്ച് തൈരെടുത്ത് പാലിലും ഒഴിച്ചു, കുറച്ച് വെണ്ണ എടുത്തിട്ട് രണ്ടിലും കൂടി കലർത്തിയും വെച്ചു. അപ്പോൾ ഗോപികയ്ക്ക് ആകെ കൂടി വിഷമമായി, ഇനി അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആയില്ലോ. അപ്പോൾ ഗോപിക ചോദിച്ചു, എന്ത് പണിയാണ് നീ കാണിച്ചത് ഉണ്ണികൃഷ്ണ,
എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്ര ഞാൻ അളവ് പഠിച്ചതാണ്. കുറച്ച് പാലെടുത്ത് ഇതല്ലേ നീ പറഞ്ഞ നാഴി, ഈ നാഴിപ്പാല് ഇതിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് തൈരിലേക്ക്. ആ തൈരിൽ നിന്ന് നാഴി എടുത്തിട്ട് പാലിലും ഒഴിച്ചു. ഇതല്ലേ ഇരുനാഴി എന്ന് പറയുന്നത്. ഞാൻ അളവ് പഠിച്ചിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എടുത്തു കൊടുക്കാമല്ലോ എന്ന് കരുതി ഈ അളവൊന്ന് പഠിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ അന്നത്തെ ദിവസത്തെ ആ ഗോപിയുടെ കച്ചവടം പൊട്ടിച്ചു ഭഗവാൻ എന്നാണ് പറയണത്. ഇങ്ങനെ ഓരോ ഗ്രഹത്തിൽ ചെന്ന് ഓരോ ലീലകളാണ് ഓരോ ദിവസവും ഭഗവാൻ ചെയ്തത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഗോപികമാരെന്ത് ചെയ്തു, ഭഗവാനെ പിടിക്കുക ചെയ്തു. ഒരു ദിവസം വെണ്ണകട്ട് തിന്നുന്ന സമയത്തെ ഉണ്ണികൃഷ്ണനെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ഇന്ന് ഞാൻ ശരിയാക്കി തരാം, തെളിവല്ലേ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടു, ഇന്ന് ആ തെളിവും കൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് എന്നാണ് അത്രേ പറഞ്ഞത്. യശോദമ്മ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു ഗോപിയുണ്ട്, കയ്യിലിങ്ങനെ ഉണ്ണിയേയും കൂട്ടി വരുന്നു. ഉണ്ണിയും കൂട്ടി വന്നിട്ട് പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് തെളിവ് വേണമെന്ന്, നിൻ്റെ ഉണ്ണി എൻ്റെ ഗൃഹത്തിൽ നിന്ന് വെണ്ണ കട്ട് തിന്ന് അവൻ്റെ മുഖത്ത് ആ വെണ്ണയും കൂടി ഉണ്ട്, നോക്കി നോക്കൂ, ഇങ്ങനെ കട്ട് തിന്നുന്ന ഉണ്ണികൃഷ്ണന് നീ ഇനി എന്ത് ശിക്ഷ നൽകിയാണ് നേരെയാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ യശോദമ്മ ഉറക്കെ ചിരിച്ചു അത്രേ, നന്ദഗോപരും ചിരിച്ചു അത്രേ. അപ്പോൾ എല്ലാവരും എന്തിനാ ചിരിക്കണേന്ന് മനസ്സിലാവാതെ ആ ഗോപി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു, നിൻ്റെ ഉണ്ണി നിൻ്റെ ഗൃഹത്തിൽ നിന്ന് വെണ്ണ കട്ടതിന് ഞങ്ങളോട് എന്തിനാ പറയുന്നത്, എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യശോദമ്മ. ഇത് കേട്ടപ്പോഴാണ് ആ ഗോപിക കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയത്. അത് ആ ഗോപികയുടെ തന്നെ മകനായിരുന്നു. അപ്പോൾ ആ ഗോപികയ്ക്ക് വിഷമമായിട്ട്, ഞാൻ തെറ്റിയെടുത്തു, എനിക്ക് എപ്പോഴും ഉണ്ണി കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ എൻ്റെ മകനെ കണ്ടപ്പോഴും കൃഷ്ണനാണെന്ന് തോന്നിയതായിരിക്കാം എന്ന് കരുതിയിട്ട് ആ ഗോപിക തല താഴ്ത്തി തിരിഞ്ഞു നടന്നു. സ്വഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ഗോപികയുടെ പേര് വിളിച്ചു ഇത്രേ ഉണ്ണികൃഷ്ണൻ. നോക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. യശോദമ്മയുടെ മുമ്പിലെത്തിയപ്പോൾ ആൾ മാറിയിരിക്കുന്നു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത്രേ, ഇനി മേലാൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇന്ന് ഞാൻ നിൻ്റെ മകനേ ആയുള്ളൂ, നാളെ ഞാൻ നിൻ്റെ ഭർത്താവും ആവുന്നത്. അങ്ങനെ ആയപ്പോൾ ആ ഗോപികയ്ക്ക് ഭയമായിത്രേ. ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് അവിടെ ചെന്ന് പാല് കെട്ടു, തൈര് കെട്ടു, വെണ്ണ കെട്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നീട് ആ ഗോപി കട്ടാലും വേണ്ടില്ല, സഹിക്കാൻ നല്ലതെന്നാണ് അത്രേ വിചാരിച്ചത്. അങ്ങനെ അനേകം ലീലകളാണത്രേ. ഓരോ ഗൃഹത്തിൽ ചെന്ന് ഓരോ ഗോപികയുടെ മനസ്സും കണ്ണും നിറയുന്ന തരത്തിലാണത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവരുടെയൊക്കെ ഹൃദയം തന്നെ കവർന്നത്. വെണ്ണ കവർന്നു, പാല് കവർന്നു, തൈര് കവർന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും അവരുടെ ഓരോരുത്തരുടെയും ഹൃദയം തന്നെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ കവർന്നിരിക്കുന്നത്. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ, നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഓടി വന്നൊന്ന് കാണാനും കുറച്ച് വെണ്ണ കൊടുക്കാനും പാല് കൊടുക്കാനും തൈര് കൊടുക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ നേരിട്ട് ആസ്വദിച്ച ആ അമ്മമാരുടെ ഹൃദയം തന്നെ ആയിരിക്കില്ലേ ഭഗവാൻ കവർന്നെടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ബാലലീലകൾ ഒരിക്കൽ കൂടി അനുസ്മരിക്കാൻ ഭഗവാൻ നമുക്കൊരവസരം തന്നതിൽ ഭഗവാനോട് നന്ദി പറഞ്ഞ് ഇതിലെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ എന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് നാളെ വേറൊരു കഥയുമായി വരാം. എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ. ഏകാദശി വ്രതം നന്നായി പൊടിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ. നാമത്തിൻ്റെ അപ്ഡേഷൻ ഈ വീഡിയോൻ്റെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.